അപ്പോൾ അയാൾ ഇനിയും വരുമോ? ഞാൻ അവളോട് ചോദിച്ചു. പിന്നെ അല്ലാതെ, ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളൊരു പാവ, പക്ഷേ കുതിരയുടെ ശക്തിയാ. ഡി, ഇങ്ങനെ പോയാൽ നീ ചത്തുപോകും, സൂക്ഷിച്ചോ. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇതിപ്പോൾ എത്രാമത്തെ ആളാടി? അതിനിപ്പോൾ എന്താ, ഇപ്പോഴല്ലേ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടാകാൻ പറ്റൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് പോകും. എന്താടി, നിന്റെ കരച്ചിലൊക്കെ നിന്നോ? അതും ചോദിച്ചുകൊണ്ട് ശോഭിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതൊക്കെ ഇവളുടെ ഒരു നമ്പറല്ലേ, ഞാൻ ശോഭിച്ചയോട് പറഞ്ഞു. ആ, അതൊക്കെ എനിക്കറിയാം. ഞാൻ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും ഇവൾക്കിനി അടി വാങ്ങിച്ച് കൊടുക്കണ്ടെന്ന് കരുതി മിണ്ടാതെ ഇരുന്നതാ, ശോഭിച്ച് പറഞ്ഞു. ശോഭിച്ച് ഇരിക്കുക, അനിയത്തി ശോഭിച്ചയോട് പറഞ്ഞു. ഇല്ലടി, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. പിന്നെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞു, നിനക്ക് കൊണ്ടുവന്ന ബിരിയാണി കിച്ചണിൽ മൂടി വെച്ചിട്ടുണ്ടെന്ന്, അതെടുത്ത് ചൂടാക്കി കഴിക്കാൻ. ഏയ്, എനിക്ക് വേണ്ട, ശോഭിച്ച് കഴിച്ചോ. എനിക്കും വേണ്ടടി, അവിടെയും ഇന്ന് ബിരിയാണി ആയിരുന്നു. രാജേട്ടൻ പുറത്തു പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാ. നീ വേഗം പോയി കഴിച്ചോ, അല്ലെങ്കിൽ അത് ചീത്തയാകും. ആ, അല്ല, അമ്മ എവിടെ പോയി? ആ, എനിക്കറിയില്ല, ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ശരിയടി, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അതും പറഞ്ഞ് ശോഭിച്ചി അങ്ങോട്ടേക്ക് പോയി. എന്താ ചേട്ടാ, ചേച്ചി ചേട്ടനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. അന്ന് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലേ? ഒന്ന് പോടി, അതൊന്നും അല്ല, നിനക്ക് ഡൗട്ട് അടിക്കണമെന്ന് കരുതിയിട്ടാവും. അല്ല, ചേട്ടൻ ഇനി ഈ ഐഫോണല്ലേ ഉപയോഗിക്കുന്നത്? ആ അതെ, എന്താടി? അല്ല, ഇനിയിപ്പോൾ ചേട്ടൻ ആ പഴയ ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ, അത് എനിക്ക് തന്നേക്ക്. എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നിനക്കെന്തിനാ ഇനി ഫോണ്? ഇപ്പോൾ തന്നെ 2 ഇല്ലേ? ആ ഉണ്ട്, അതിലൊന്ന് നല്ല ഹാങ്ങാ, ഒന്നിനും കൊള്ളില്ല, അതാ. അല്ല, ചേട്ടന് വേണ്ടെങ്കിൽ മതി. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇക്കയെ പോലെ പുതിയൊരു കസ്റ്റമറെ പിടിക്കാനായിരുന്നു. ഡി, മതിയടി, നിനക്കിത് നിർത്താനുള്ള പരിപാടിയില്ലേ? ഇനിയും പുതിയ ആളുകളെ കൂട്ടാൻ ഇതെന്താടി മണിച്ചേൻ പരിപാടിയാണോ? ഓ, ചേട്ടന് തരാൻ പറ്റുമെങ്കിൽ താ, ഇല്ലെങ്കിൽ വിട്ടേക്ക്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഡി, നീ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, ഞാൻ നിൻ്റെ ചേട്ടനല്ലേ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോയതാ. ചേട്ടനിപ്പോൾ അമ്മ എവിടെ പോയെന്ന് അറിയാമോ? അവൾ ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു. ഇല്ല, എവിടെ പോയതാടി? അമ്മ വൈകുന്നേരത്തിൻ്റെ ആളാ. വൈകുന്നേരമായാൽ അമ്മയ്ക്ക് ആരെങ്കിലും വേണം. ആരാണെന്നാവോ ഇന്നത്തെ ഭാഗ്യവാൻ? എന്തായാലും അണ്ണനല്ല. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ വരുമ്പോഴുണ്ട് അണ്ണനും കുറച്ച് ആൾക്കാരും ബൈക്കിൽ കൊടിയെല്ലാം കെട്ടി എങ്ങോട്ടോ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് വേറെ ആരോ ആണെന്നാണ്. ഒന്ന് പോടി, അമ്മ വേറെ വല്ല ആവശ്യത്തിന് പോയതായിരിക്കും. ആ, എനിക്കറിയില്ല. അല്ല, ചേട്ടനെന്ന് കോൾ അടിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാ പരിപാടി? സ്പെഷ്യൽ വല്ലതും ഒപ്പിക്കുന്നുണ്ടോ? എന്ത് സ്പെഷ്യൽ? അല്ല, ഫസ്റ്റ് മാച്ച് ശോഭിച്ചൊരു ഗ്രൗണ്ടിലായിരുന്നല്ലോ, ഇന്നിപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലാകുമ്പോൾ എനിത്തിങ് സ്പെഷ്യൽ? ഒന്ന് പോടി, വല്ലതും നടന്നാൽ മതിയായിരുന്നു, ഞാൻ പറഞ്ഞു. അതൊക്കെ നടക്കും, അതിനല്ലേ ശോഭിച്ചി ഇന്നിവിടെ നിന്നത്. ആ, എനിക്കും തോന്നുന്നുണ്ട്. ചേച്ചിയുടെ നോട്ടം കണ്ടിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. എടി, ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരാം. നീ പോയി ആ ബിരിയാണി കഴിക്ക്, വെറുതെ കേടുവരുത്തണ്ട. ആ, ഞാൻ കഴിച്ചോളാം. ചേട്ടൻ പോവല്ലേ, ഫോണിൻ്റെ കാര്യം പറ. ആ, ഞാൻ തരാടി. ഞാൻ അതിലുള്ള എല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കിക്കോട്ടെ, എന്നിട്ട് തരാം. അയ്യോ, എന്തിനാ ഡിലീറ്റ് ആക്കുന്നേ? എനിക്കറിയാത്തതെന്താ അതിലുള്ളത്? വല്ല വീഡിയോസും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ, ഞാൻ കണ്ടോളാം. പിന്നെ ക്രോം ഹിസ്റ്ററി അതൊന്നും ക്ലിയർ ആക്കണ്ട, എനിക്ക് ചേട്ടൻ്റെ ടേസ്റ്റ് അറിയാലോ. ചേട്ടൻ ആ ഫോണിങ് തന്നേക്ക്, എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ തന്നെ ഡിലീറ്റ് ആക്കിക്കോളാം. ആ, ഞാൻ തരാടി, സിം ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുവരാം. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയി ഫ്രഷായിട്ട് വന്നപ്പോൾ ദേ നിൽക്കുന്ന മുൻപിൽ ശോഭിച്ചി. എന്താടാ, കുളിയൊക്കെ കഴിഞ്ഞോ? ശോഭിച്ചി ചോദിച്ചു. ആ, കഴിഞ്ഞു. ശോഭിച്ചി ഇരിക്ക്. എടാ, മീര എന്തെങ്കിലും ചോദിച്ചോ? എനിക്കവളുടെ മുന്നിൽ നിൽക്കാൻ ഒരു നാണം,
അതാ ഞാൻ അവിടുന്ന് വേഗം പോകുന്നത്. എന്തിനാ നാണിക്കുന്നത്? അവൾക്കതൊന്നും ഒരു കുഴപ്പമേ അല്ല. അല്ലടാ, അന്നത്തെ കാര്യമെല്ലാം അവൾക്കറിയാവുന്നതല്ലേ. അതോർത്തപ്പോൾ എനിക്ക് എന്തോ പോലെ. ഓ, അതാണോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവളിപ്പോൾ ചോദിച്ചതെന്താണെന്നറിയോ? ഏ, എന്താടാ, എന്താ അവൾ ചോദിച്ചത്? എപ്പോഴാ അടുത്ത പരിപാടി എന്ന്. എന്ത് പരിപാടി? ശൃംഗാരി മേളം. അല്ല പിന്നെ, ഇങ്ങനൊരു തോൽവിയാകല്ലേ. അല്ലടാ, സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ ചേച്ചി, അവൾക്കെല്ലാം അറിയാം. ഞാനന്ന് അവിടെ വന്നതും ചെയ്തതുമെല്ലാം. അപ്പോൾ അവൾക്കറിയാം ഇന്നിവിടെ വെച്ചും അത് നടക്കുമെന്ന്. അതെപ്പോഴാണെന്നാണ് അവൾ ചോദിച്ചത്. ഓഫ്, നിൻ്റെ അനിയത്തി ആൾ കൊള്ളാലോടാ. ഇങ്ങനൊരു അനിയത്തി കിട്ടാൻ നീ എന്ത് പുണ്യമാടാ ചെയ്തത്? അതൊക്കെ വലിയ പുണ്യമാ പറഞ്ഞാൽ ചേച്ചി നെട്ടും. ചേച്ചി വാ, അമ്മ വന്നെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയുടെ അടുത്തേക്ക് പോയി. നീ ഇത് എവിടെ പോയിരുന്നു? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട്? ശോഭേച്ചി അമ്മയോട് ചോദിച്ചു. അത് ഞാനൊന്ന് പാറുവിൻ്റെ വീട് വരെ പോയതായിരുന്നു. അവൾ കുറച്ച് ക്യാഷ് തരാനുണ്ട്, ഇന്ന് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് പോയി നോക്കിയതാ. ഓ, എന്നിട്ട് കിട്ടിയോടി? ഏയ് ഇല്ലടി, അവൾ വീണ്ടും പറ്റിച്ചു. അടുത്ത ഞായറാഴ്ചത്തേക്കാക്കി. അല്ല, മീര ഇതുവരെ പുറത്തിറങ്ങിയില്ലേ? അമ്മ ചോദിച്ചു. ഇല്ല, അവളവിടെ റൂമിലുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു. ആ, എന്നാൽ അവൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. നിനക്ക് ഞാൻ ആ ബിരിയാണി ചൂടാക്കി തരാം, നീ കഴിച്ചോ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. അമ്മ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലടി, അത് നിനക്ക് വേണോ? നിനക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ ചോദിക്കാനേ. അമ്മ ശോഭേച്ചിയോട് പറഞ്ഞു. ഏയ്, എനിക്ക് വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ വയർ നിറച്ച് കഴിച്ചിട്ടാണ് വന്നത്. അമ്മേ, അമ്മ ചൂടാക്കിത്താ, ഞാൻ കഴിച്ചോളാം, ഞാൻ അമ്മയോട് പറഞ്ഞു. അയ്യോ, ഞാനതങ്ങ് മറന്നു. എടാ, നമുക്ക് ഗോപാലേട്ടനെ വിളിക്കണ്ടേ? അമ്മ എന്നോട് ചോദിച്ചു. അമ്മ ചോദിച്ചത് കേട്ട് ഞാൻ ശരിക്കും ഒന്ന് നെട്ടി. നീ എന്തിനാടാ ഞാനത് പറഞ്ഞപ്പോൾ നെട്ടുന്നത്? ഇപ്പോൾ തന്നെ അതിനൊരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകും. ഓ, അത്രയ്ക്ക് സുന്ദരിയാണോ അവൾ? എനിക്കും കാണണമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അവളുടെ വീട് വരെ പോയാലോ ചേച്ചി? ശോഭേച്ചി അമ്മയോട് പറഞ്ഞു. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വെറുതെ മനുഷ്യനെ നാണം കെടുത്തും. മര്യാദക്ക് ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ അവരോട് പറഞ്ഞു. ഏ, ഇതെന്ത് പാട്? നിനക്കിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ വന്ന് കണ്ടത്. നല്ല കൊച്ച, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നാളെയോ മറ്റന്നാളോ ചേട്ടനും ചേച്ചിയും വരും. അവർ കൂടി വന്ന് കണ്ടാൽ പിന്നെ അധികം വൈകണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്തണം. അമ്മ ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞു. ചേച്ചി, നമുക്ക് നാളെ അവളെ കാണാൻ പോയാലോ? രാജേട്ടനെയും കൂട്ടാം, ശോഭേച്ചി അമ്മയോട് പറഞ്ഞു. ആടി, നമുക്ക് പോകാം. ഞാൻ രാജനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഗോപാലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പെണ്ണിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാലോ, അമ്മ പറഞ്ഞു. എൻ്റെ അമ്മേ, ആകെ പണിയായല്ലോ. ഞാൻ വേഗം അനിയത്തിയുടെ അടുത്തേക്ക് ഓടി. ഡി കുരങ്ങെ, കതക് തുറക്കടി. ഞാൻ ഓടിച്ചെന്ന് അടച്ചിട്ട കതക് തട്ടി വിളിച്ചു. അവൾ വന്ന് കതക് തുറന്നു. ഡി, എല്ലാം കുളമായി. ഇനിയിപ്പോൾ എന്താടി ചെയ്യുക? എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എടി, അമ്മ ഗോപാലേട്ടനെ വിളിക്കാൻ പോകുന്നു. എന്തിന്? എടി, രാവിലെ കാണാൻ പോയ നിൻ്റെ കൂട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കാൻ. ഞാനത് നിന്നോട് പറഞ്ഞില്ലേ, അവളുടെ കൂടെ വന്നത് ഗോപാലേട്ടൻ്റെ മകളാണെന്ന്? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അവളുടെ വീട്ടിൽ വല്ല അറിഞ്ഞാൽ അവൾക്ക് നല്ല പണി കിട്ടും. ഷേ, ഇനിയിപ്പോൾ എന്താടി ചെയ്യുക? നീ അവൾക്ക് ഒന്ന് വിളിക്കുമോ? ഞാൻ വിളിച്ചിട്ട് ഇനി എന്ത് പറയാനാ അവളോട്? എനിക്ക് പേടിയാവുന്നു. ആ, അടിപൊളി. എല്ലാം നീ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ കിടന്ന് പേടിക്കുന്നോ? മര്യാദക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്ക്, ഞാൻ അവളോട് പറഞ്ഞു. ഷേ, ആ, അല്ലെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്, അമ്മയോട് പറ ചേട്ടൻ അവളെ ഇഷ്ടമല്ലെന്ന്. അപ്പോൾ പിന്നെ അമ്മ അതിൽ നിന്നും മാറിക്കോളും. എടി തിണ്ടി, ഇന്ന് രാവിലെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും എന്തുണ്ടായെന്ന് അമ്മേനോട് ചോദിക്കില്ലേ? അതുമല്ല, ഇന്ന് ഫുൾ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കറിയാം ഞങ്ങൾ തമ്മിൽ
പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. ഓ, ചേട്ടൻ പേടിക്കല്ലേ. അമ്മ ഗോപാലേട്ടനെ വിളിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. കുറച്ച് ധൈര്യമായിട്ടിരിക്കും. ഓഹ് എടി പോത്തെ, അതല്ലടി പ്രശ്നം. നാളെ അമ്മയും ശോഭേച്ചിയും അവളെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോവാണെന്ന്. അത് നീ അറിഞ്ഞോ? അയ്യോ, അതെപ്പോൾ തീരുമാനിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, നീയാ ഇക്കയുടെ അടിയിലല്ലായിരുന്നോ? നിനക്കൊന്നും അറിയണ്ടല്ലോ. ഞാനിപ്പോൾ പെട്ടു. ഓഹ്, നീ വെറുതെ എൻ്റെ മെക്കിട്ട് കയറണ്ട. വെറുതെ അല്ലല്ലോ, പുതിയൊരു ഐഫോൺ മേടിച്ചു തന്നില്ലേ? ഇന്നാടി നിൻ്റെ ഐഫോൺ, നീ തന്നെ വെച്ചോ. ഞാൻ ആ ഐഫോൺ അവൾക്ക് നേരെ വെച്ച് നീട്ടി. അയ്യോ ചേട്ടാ, ദേഷ്യപ്പെടല്ലേ. നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. ചേട്ടനൊന്ന് സമാധാനപ്പെട്, പേടിക്കല്ലേ. എടി, എനിക്ക് നമ്മുടെ കാര്യം ഓർത്തിട്ടുള്ള പേടി ആ പെണ്ണിൻ്റെ വീട്ടിൽ അറിഞ്ഞുള്ള അവസ്ഥ ഓർത്തിട്ടാ. ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ശരിയാക്കി തരാം. ചേട്ടൻ ഒരു പേടിയും പേടിക്കണ്ട. അല്ലടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, ഞാൻ അവളെ അങ്ങ് കെട്ടിയാലോ? എന്താ നിൻ്റെ അഭിപ്രായം? ഞാൻ ചെറിയൊരു നാണത്തോടെ അവളോട് ചോദിച്ചു. ഡാ, അവൾക്ക് വേറെ ലൈനുണ്ട്. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഇന്ന് രാവിലെ അവൾ അങ്ങോട്ട് വന്നത്. ആ, അടിപൊളി. അപ്പോൾ ആ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇത്രയും കാലം ആ അടിയല്ലേ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ശരിക്കുള്ള അടിക്കായി കാത്തിരുന്നോ? ഉള്ള സമാധാനവും പോയി കിട്ടി. ഞാൻ പോവാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പോയി കിടന്നു. എത്ര ആലോചിച്ചിട്ടും ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല. കുറച്ചു നേരം ഫോണിൽ കളിക്കാമെന്ന് കരുതി ഫോൺ എടുത്തപ്പോൾ ദാ വിളിക്കുന്നു നമ്മുടെ പവിയേട്ടൻ. ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞാൻ ആ കോളെടുത്തു. ഹലോ ഡാ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് പവിയേട്ടാ. എന്താ കാര്യം? അല്ലടാ, ഞാനും വൈഫും നാളെയൊന്ന് ഊട്ടിയിൽ പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്. നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? ഞാനോ? ഞാനില്ല പവിയേട്ടാ, എനിക്ക് കടയിൽ പോകണം. പിന്നെ വേറെ കുറച്ച് പണിയുമുണ്ട്. ആണോ? എന്നാൽ നമുക്ക് വേറൊരു ദിവസം നോക്കിയാലോ? നീ ഉണ്ടാകുമോ? ആ, അത് നോക്കാം. പവിയേട്ടൻ വിളിച്ചാൽ മതി. ആ, ഓക്കേടാ. പിന്നെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് വാ. ഞാനിവിടെ ബോറടിച്ചിരിക്കാം. ഏയ് അല്ല പവിയേട്ടാ, ഇവിടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ തിരക്കിലാണ്. ഞാൻ പിന്നെ ഒരിക്കൽ വരാം. ആ ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ ഊട്ടിയിൽ പോക്ക് മറക്കല്ലേ, ഞാൻ വിളിക്കും. ആ ശരി, നമുക്ക് പോവാം. അതും പറഞ്ഞ് ഞാൻ വേഗം കോൾ കട്ട് ചെയ്തു. ഇയാൾക്കിത് എന്ത് പറ്റി? എന്തോ ഉടായ്പുണ്ടല്ലോ. ഒരുപാട് ബന്ധുക്കളും കൂട്ടുകാരും ഉണ്ടായിട്ടും ഊട്ടിക്ക് പോകാൻ എന്തിനയാൾ എന്നെ വിളിക്കുന്നേ? ഞാനൊരു നിമിഷം തലചൊറിഞ്ഞ് ആലോചിച്ചു. എന്താടാ തലചൊറിഞ്ഞിരിക്കുന്നത്? നീ കുടിച്ചില്ലേ? ശോഭേച്ചി എൻ്റെ റൂമിലേക്ക് വന്ന് ചോദിച്ചു. ഇല്ല, കുളിക്കണം, കുറച്ച് കഴിയട്ടെ, ഞാൻ പറഞ്ഞു. ഇനി എന്തായാലും രാത്രി കുളിക്കാം എന്നും പറഞ്ഞ് ശോഭേച്ചി എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. പ്രശ്നങ്ങളെല്ലാം കൊണ്ടും തല പുണ്ണായിട്ടിരിക്കുന്ന ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്തത്? നമുക്ക് ഇന്നൊന്ന് നോക്കണ്ടേ? ഞാനിന്ന് അതിനു വേണ്ടിയാ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. അത് കേട്ട് ഞാനിന്ന് ചിരിച്ചു. എൻ്റെ ചിരി അത്ര ദഹിക്കാത്തത് കൊണ്ട് ശോഭേച്ചിക്ക് അതൊരു സങ്കടമായി. ഓ, നിങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. വെച്ചങ്ങോട്ട് നീട്ടുമ്പോൾ വലിയ ജാടയാ, അല്ലാത്തപ്പോൾ പിറകെ വന്ന് കാല് പിടിക്കും. ഞാൻ പോവാ. ഉറങ്ങിക്കിടക്കുന്ന കുട്ടൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വാ, ഞാൻ അമ്മയുടെ അടുത്തുണ്ടാവും. ശോഭേച്ചി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പോയി. ഞാൻ ഫോണെടുത്ത് അനിയത്തേക്കൊരു മെസ്സേജ് അയച്ചു. ഡി, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്ന്. അവൾ പറഞ്ഞു. ഇല്ല, പക്ഷെ ഞാൻ അവൾക്ക് വിളിച്ചിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ വേഗം അവൾക്ക് വിളിച്ചു. അവളപ്പോൾ തന്നെ കോൾ എടുത്തു. എടി, നീ എന്തിനാടി അവളെ വിളിച്ചത്? ഞാൻ അനിയത്തിയോട് ചോദിച്ചു. അത് ഞാൻ വെറുതെ അവൾ വലുത് മറിഞ്ഞോ എന്ന് അറിയാൻ വിളിച്ചതാ. ആണോ? എന്നിട്ട് അവളെന്തോ പറഞ്ഞടി? അവളൊന്നും പറഞ്ഞില്ല, പക്ഷേ വേറൊരു പണിയും കൂടി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. വേറൊരു പണിയോ? അതെന്താ? ഞാൻ ആകെ ഭയന്നുകൊണ്ട് ചോദിച്ചു. അത് ഇന്ന് രാവിലെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, അതവളുടെ ലൈൻ അറിഞ്ഞു എന്ന്. ഷേ, അതും പണിയായല്ലോ. അല്ലടി, അതെങ്ങനെ അവനറിഞ്ഞു? അവൻ്റേത് കൂട്ടുകാരൻ കണ്ടു എന്ന് പറഞ്ഞു. അവൻ വിളിച്ചിരുന്നു അത്രേ അവൾക്ക്. ഓ, എന്നിട്ടെന്താ?
അവനിപ്പോൾ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലത്രേ. അവളാകെ സങ്കടത്തില. ഷേ എടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എടി, എനിക്കിപ്പോൾ കണ്ടകശനിയാണോ? എങ്ങനെ നോക്കിയാലും പ്രശ്നം. ഓ ചേട്ടൻ സമാധാനിക്ക്, എല്ലാം ശരിയാകും. ഈ ഡയലോഗ് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ, ഇനി അത് ഓർത്തിരുന്നോ? ഞാൻ പോണ്, എനിക്ക് വേറെ പണിയുണ്ട്. പോടി, നീ പോകും, എനിക്കറിയാം. നിൻ്റെ പണി എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നിൻ്റെ ഈ പണി കൊണ്ടാ എല്ലാം ഇങ്ങനെ ആയത്. മര്യാദക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. എല്ലാവർക്കും കൊടുക്കും. ഞാനെന്ന് ചോദിച്ചപ്പോൾ ഒരു ബന്ധക്കാരി വന്നിരിക്കുന്നു. അത് പിന്നെ എൻ്റെ തെറ്റ്. എന്നാൽ അതൊക്കെ പോട്ടെ. മുകളിൽ ആ ചേച്ചിയെ ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? നിനക്ക് നിൻ്റെ കാര്യം നടത്താൻ ഞാൻ വേണം. ഓരോരുത്തർമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും അങ്ങോട്ട് പോയിട്ടും നീ പൊളിച്ചു വെക്ക്. അവസാനം പഞ്ചായത്ത് കിണർ പോലെ ആകും, നോക്കിക്കോ. ഓ ശരി, എല്ലാം എൻ്റെ തെറ്റ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഒന്നും അറിയാതെ 24 മണിക്കൂറും അതും പോളിഷ് ചെയ്ത് നടന്ന ചേട്ടൻ സ്വന്തം ചേട്ടനില്ലെന്ന് കരുതി ഞാനെല്ലാം സെറ്റാക്കി തന്നു. കൂടെ എൻ്റെ എല്ലാ കളികളും ഞാൻ വള്ളുവുള്ള തെറ്റാതെ ചേട്ടനോട് പറഞ്ഞു. അതിന് എനിക്കിത് തന്നെ കിട്ടണം. ഇനി ഈ ഒരു കാര്യമല്ലേ, അത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ആക്കിക്കോളാം. ഞാൻ പോണ്, ബൈ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.